വേണു ഇപ്പോ സ്വയം അപഹാസ്യനാവുന്ന രീതിയിലാണ് അദ്ദേഹം ആ പ്രിന്റഡ് ആയിട്ടുള്ള സാധനം എടുത്തു കാണിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രിന്റഡ് ഫോമൊക്കെ കേരളത്തിലെ ഉഡായിപ്പ് മെമ്പർഷിപ്പുകളാണ്. AICCയോട് രേഖാമൂലം എഴുതി ചോദിച്ചാൽ അറിയും. വിത്ത് ഇഫക്റ്റ് ഫ്രം 1st January 2025 all membership will be in digital form only. Page number 5, article 5 A subclause A point number 1. ഓക്കെ റിജിൽ, അപ്പൊ ഈ നിങ്ങളുടെ പാർട്ടിക്കാരെ കണ്ണിൽ പൊടിയിടുന്ന പോലെ ഇങ്ങനെ ഉയർത്തി കാണിക്കില്ലേ ദയവിതിട്ട്? അത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ അച്ചടിച്ചിറക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള മെമ്പർഷിപ്പാണ്. അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഈ വർഷം തുടക്കം മുതൽ ഇല്ല. ഹേ, ഒന്നും മിണ്ടാണ്ടിരിക്കേ. താങ്കൾ കാണിക്കുന്നത് അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ CPM-ന്റെ അധികാരം പറ്റി പോയിരിക്കുന്നവനോട് എനിക്ക് തർക്കം താല്പര്യമില്ല. ശരി 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 റിജിൽ, ശരി റിജിൽ, ശരി ശരി റിജിൽ ഞാൻ പ്രേക്ഷകരോടാണ് പറയുന്നത്. വേണു, ഞാൻ എന്തുകൊണ്ടാണ് ഈ മെമ്പർഷിപ്പിലേക്ക് ഇത്രമാത്രം സ്ട്രെസ് ചെയ്യുന്നത് വെച്ചാൽ, കാരണം അതിൽ നിന്നാണല്ലോ സസ്പെൻഡ് ചെയ്തത് വേണു. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല വേണു. ദയവ് ചെയ്ത് അത് പ്രേക്ഷകരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ റിജിലിനോട് ഇനി സംസാരിക്കുന്നില്ല. റിജിൽ എന്നോട് സംസാരിച്ചാൽ മറുപടി നന്നായി പറഞ്ഞു തരാം. ആർട്ടിക്കിൾ 1, the object of Indian National Congress is the well-being and advancement of the people of India and the establishment in India. ഇതാണ് ആ വാചകം കേട്ടോ. അപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് ഈ പാർട്ടിയുടെ സംഘടനയുടെ പ്രവർത്തനത്തിലേക്കും മെമ്പർഷിപ്പ് ചേർക്കുന്നതിലേക്കും ഒക്കെ. അപ്പൊ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് നടത്തിയ പത്രസമ്മേളനം കേരളത്തിന്റെ, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനത്തെ ഇന്ന് എവിടെയോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷി കുത്തോടുകൂടി അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് കൊടുത്ത് ഒരു 3 മിനിറ്റ് നേരമാണ് നമ്മൾ കണ്ടത്. പൊറാട്ട് നാടകം ആടുകയായിരുന്നു അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള KPCC പ്രസിഡന്റ് ആയിട്ടുള്ള MLA ആയിട്ടുള്ള സണ്ണി ജോസഫ്. കാരണം അദ്ദേഹം ഒറ്റ വാചകമാണ് നടപടി എന്താണെന്ന് പറഞ്ഞു വരുന്നതിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എത്ര കാലത്തേക്കെന്ന് പറയാതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സസ്പെൻഷനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ന് വരെ വേണുവിന്, ഈ നിമിഷം വരെ, അതായത് 8 മണിക്കൂറോളം കഴിഞ്ഞു, പത്രക്കുറിപ്പായിട്ടോ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, പ്രതിപക്ഷ നേതാവിന്റെ പത്രക്കുറിപ്പ് നിങ്ങൾ കണ്ടു കാണും, രമേശ് ചെന്നിത്തലയുടെ പത്രക്കുറിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാണും. KPCC പ്രസിഡന്റിന്റെ പത്രക്കുറിപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇതിനെ വാലിഡേറ്റ് ചെയ്യുന്ന രേഖ എവിടെയാണ്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ ലെറ്റർ ഹെഡിൽ KPCC അധ്യക്ഷന്റെ കൈപ്പടിയോടുകൂടിയ ആ കത്ത് എവിടെയാണ്? ആ അറിയിപ്പ് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹം TV ക്യാമറകളുടെ മുമ്പിൽ ഇന്ന് കളിച്ച നാടകം നാളെ മുതൽ നിയമപരമായി കോടതി കയറാൻ പോവുകയാണ്. വേണു, ശ്രദ്ധിച്ചു കേട്ടോളൂ. കാരണം വേറൊരു വൈരുദ്ധ്യമാണ് തൊട്ടടുത്ത നിമിഷം VD സതീശന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പറ്റുമെങ്കിൽ അത് രണ്ടും ഒന്ന് പ്ലേ ചെയ്യണം ആ ഭാഗം. അതായത് സണ്ണി ജോസഫ് പറയുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പ്രതിപക്ഷ നേതാവ് പറയുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തു. അതായത് കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്നുകൊണ്ട് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ രീതിയിലേക്ക്, നിയമസഭാ അംഗത്വത്തിലേക്കൊക്കെ എത്തിയ ഒരാളെ അതിൽ നിന്ന് വിലക്കുന്നതിന്റെ സസ്പെൻഷനായിട്ട് വളരെ മിടുക്കോടുകൂടി, സാമർത്ഥ്യത്തോടുകൂടി വാചകങ്ങളെ പറഞ്ഞൊപ്പിക്കുന്നതിൽ പോലും നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഈ ഒരു ഇട്ട് തരുന്നത് പോലെ. സതീശന്റെ വാചകങ്ങളുടെ വെറുതെ ഞാൻ പറയാം. ഒരു കംപ്ലൈന്റ് ഞങ്ങളുടെ കയ്യിലില്ല, ഒരു തെളിവുകളും ഞങ്ങൾക്കാർക്കും തന്നിട്ടില്ല. എന്നിട്ടും 24 മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം പാർട്ടി ഗൗരവതരമായി ആ കാര്യം പരിശോധിച്ചു, മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. കേൾക്കൂ സാറിനടുത്ത വാചകം. എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. സരിൻ, ഇത് വെർബാറ്റിമായിട്ട് എഴുതി നൽകിയ പത്രക്കുറിപ്പിൽ നിന്നാണല്ലേ താങ്കൾ വായിക്കുന്നത്? അല്ലല്ല, ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാചകങ്ങളാണ്. വേണു, അങ്ങനെയാണോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്യണം. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിനെ സമ്മപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മോണോലോഗ് ഉണ്ടാവുമല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ ഈ മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ കമ്പാണ് ഇവിടെ വായിക്കുന്നത്. മുഴുവൻ ഭാഗവും എൻ്റെ കയ്യിലുണ്ട്. പോട്ടെ, അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കണം. അങ്ങയുടെ പോയിന്റിലേക്ക് വരൂ. എന്തായാലും ഒരു കാര്യമുണ്ട്, മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരമൊരു തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ? അങ്ങനെയാണത് പോകുന്നത്. സരിൻ, തുടർന്നോളൂ വേഗം. ഓക്കെ, ആ പാർലമെന്ററി പാർട്ടി മാത്രമല്ല പാർട്ടി എന്ന് വേണു പറഞ്ഞത് വേണുവിന്റെ പത്രപ്രവർത്തന ധർമ്മം മാനിച്ചുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു. വേണുവിനെ ഞാൻ അംഗീകരിക്കുന്നു. അതിന്റെ ഏതെങ്കിലും തെളിവ്, അതായത് പുറത്താക്കി എന്ന് പറഞ്ഞാൽ, വാചകം പറഞ്ഞാൽ പുറത്താകലാകുമെന്ന് എനിക്കറിയില്ല. അതിന്റെ തെളിവ് പൊതുമധ്യത്തിൽ നമ്മുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇതുവരെ ഉണ്ടോ?
അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ നമ്മൾ? ഇതിലെ അടിസ്ഥാന പ്രശ്നം ഇതിന്റെ തെളിവ് ഈ പറയുന്ന 10 രൂപയാണോ, കോൺഗ്രസ് കാലണയാണോ, സരിനെ അതുപോലെ തന്നെ ഡിജിറ്റൽ മെമ്പർഷിപ്പ് ആണോ, ഇതൊക്കെ മാറ്റി നിർത്തുക. ഇതെല്ലാം ഇതിന്റെ സാങ്കേതികത്വമാണ്. ആ പാർട്ടി ഒരു തീരുമാനം പൊതുസമൂഹത്തിന്റെ മുൻപാകെ എന്ന് അറിയിച്ചിട്ടുണ്ട്. അതെന്താണ്? അതിലാണ് നമ്മുടെ ചർച്ച. സരിൻ, അതിലൂന്നിയോടുള്ള മറുപടി. ഓക്കെ, ശരി. പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സസ്പെൻഷൻ ഒരു പുകമറയാണ് എന്നുള്ളതാണ് എനിക്ക് വേണുവിനെ അറിയിക്കാനുള്ളത്. കാരണം ഈ ഒരു സസ്പെൻഷനിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് ചുമക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഴുപ്പ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ പാർട്ടി ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്, എന്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ അർത്ഥത്തിൽ ഈ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒരാൾ പുറത്താവുക എന്ന് പറഞ്ഞ് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൽ എവിടെയാണ് ഈ പറയുന്ന ആളുകൾ എന്ത് തെറ്റ് ചെയ്തു, ഈ പറയുന്ന ആൾ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒക്കെ ഒരു വിശകലനത്തിൽ അതാണല്ലോ നേരത്തെ പറഞ്ഞ മുഴുവൻ നേതാക്കളുമായി ചർച്ച നടത്തി. ഞാൻ വരാം അങ്ങയിലേക്ക്. സരിൻ ചോദിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് പാർട്ടിയുടെ തീരുമാനം വരുമ്പോൾ ഉയരുന്ന സംശയങ്ങളാണ് ഇതെല്ലാം. സരിന് നേരിട്ട് മറുപടി കൊടുക്കണമെന്നില്ല.